കാത്തിരിച്ച എത്രയോ ദിവസങ്ങളുണ്ട്, എത്രയോ മണിക്കൂറുകളാണ് നമ്മൾ അർജുന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചത്. അത് നേരിട്ട് ഷിരൂരിലല്ല എങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും വീടുകളിലിരുന്ന്, ടെലിവിഷൻ സ്ക്രീനുകളുടെ മുന്നിലിരുന്ന്, യൂട്യൂബിന് മുന്നിലിരുന്ന് നമ്മൾ അർജുൻ തിരികെ എത്തണമെങ്കിൽ കണ്ണാടിക്കലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ച ദിവസങ്ങളല്ലേ അത്. ഏറ്റവും ഒടുവിൽ 75 ദിവസം അർജുൻ ആ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് 75 ദിവസമായി. അവസാനം അർജുൻ എത്തി വീട്ടിലേക്ക്. 75-ാം നാൾ അർജുൻ്റെ വീട്ടിലെ രംഗങ്ങളാണ് കാണുന്നത്. എത്രമാത്രം വികാരനിർഭരമാണ്, വാടിത്തളർന്ന മുഖങ്ങളാണല്ലോ. കാരണം അത്രമാത്രം ഉള്ളുലച്ച മനുഷ്യന്മാരാണ് അവിടെ കാണുന്നത്. ഒരുപാട് മനുഷ്യൻ സ്നേഹം ഹൃദയത്തിൽ ചാലിച്ച് അർജുന് വേണ്ടി കൈകോർത്ത് അർജുന് വേണ്ടി ക്ഷമയോടെ കാത്തു നിൽക്കുന്ന മലയാളികൾ. മലയാളികളുടെ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടാവുന്നതെന്നൊക്കെ തോന്നിപ്പോകുന്നു ഈ ദൃശ്യങ്ങൾ കണ്ടാൽ. അത് നമ്മുടെ പ്രദേശത്തിൻ്റെ മനോഹാരിതയ്ക്കുമപ്പുറം നമ്മുടെ സഹജീവി സ്നേഹത്തിൻ്റെ, സഹാനുഭൂതിയുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കണം നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാടും ദൈവത്തിൻ്റെ സ്വന്തം മക്കളുമാണ്. ആകാശ ദൃശ്യങ്ങൾ കാണാൻ നിരനിരയായി കാത്തു നിൽക്കുന്ന ഒരുപാട് മലയാളികൾ. അവർ എത്തുന്നത് അർജുനെ കാണാൻ വേണ്ടിയാണ്. കണ്ണാടിക്കൽ എന്ന ഒരു കൊച്ചു ഗ്രാമമാണ്. കോഴിക്കോടിന് സമീപത്തുള്ള കണ്ണാടിക്കലിൽ ഇതുപോലെ ഒരു ജനസഞ്ചയത്തെ ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്നോളം കണ്ണാടിക്കൽ ഏറ്റുവാങ്ങിയിട്ടില്ല ഇത്രയും വലിയൊരു സ്നേഹമായി. അത് ഒരു ദുരന്തത്തിൻ്റെ ബാക്കി പത്രമായി പോയി എന്നത് മാത്രമാണ് അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. അർജുൻ ആ വീട്ടിനുള്ളിൽ അവസാനമായി അർജുൻ നിൽക്കുകയാണ്. ഒന്നുറക്കെ കരയാൻ പോലും കഴിയാതെ, ഒന്ന് തേങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കും, ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആ കുടുംബം എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. കാരണം അവരുടെ സങ്കട കണ്ണീരിൻ്റെ ദിവസങ്ങൾ 75 ദിവസത്തിലേക്ക് എത്തി. എത്ര ദിവസങ്ങൾ അവർ കരഞ്ഞിട്ടുണ്ട്. കണ്ണീർ വറ്റിപ്പോയി കണ്ണാടിക്കല്ലേ ആ വീട്ടിൽ. വളരെ നിശബ്ദമായി കരയാനുള്ള ശേഷി പോലും ഇല്ലാതെ മലയാളികൾ, ആ കുടുംബാംഗങ്ങൾ അർജുനെ ഏറ്റുവാങ്ങുകയാണ്. അവസാനമായി അർജുൻ ഇനിയില്ല, അർജുൻ ഇനിയൊരു തിരികെ പോക്കില്ല ആ വീട്ടിൽ നിന്ന്. അർജുൻ അവിടെ ഉണ്ടാകും. അർജുൻ ഓർമ്മകളിൽ നിറയും. അർജുൻ എന്ന ആ യുവാവ്, അർജുൻ എന്ന ആ സഹോദരൻ ഏറ്റവും ഒടുവിൽ 75-ാം ദിവസം സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സങ്കട കാഴ്ചയാണ് കാണുന്നത്. സാധാരണ അർജുൻ ഓടിയെത്തുമ്പോൾ അർജുൻ ദീർഘദൂരം യാത്ര ചെയ്ത് മടങ്ങിയെത്തുമ്പോഴെല്ലാം ഓടിയെത്തുന്ന ഒരു പിഞ്ചു കുഞ്ഞുണ്ട് അവിടെ. അവനെ കരുതി വെച്ചൊരു കളിപ്പാട്ടമുണ്ടായിരുന്നു അർജുൻ്റെ ആ ലോറി ക്യാബിനിൽ. അർജുനെ പോലെ തന്നെ ആ ലോറി ക്യാബിനിൽ അത്രയും വലിയ അടിയൊഴുക്കുള്ള ഗംഗാവലിപ്പുഴയിൽ ആ കളിപ്പാട്ടവും സുരക്ഷിതമായി ഉണ്ടായിരുന്നു. എന്തിൻ്റെയൊക്കെയോ ശേഷിപ്പെന്ന പോലെ ചില ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാകണം, അല്ലെങ്കിൽ ആ കുടുംബത്തിനുള്ള കരുത്തിന് വേണ്ടിയാകണം. അത്രമാത്രം സ്നേഹം ആ ദുരന്തത്തിനിടയിലും പ്രകൃതിയും അർജുൻ എന്ന മനുഷ്യനോട് കാണിച്ചു, ആ കുടുംബത്തോട് കാണിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടോം കുര്യാക്കോസ് ആ വീട്ടിലുണ്ട്. ടോം അർജുൻ അവസാനമായി എത്തി. ആ വീട്ടിലത്തെ കാഴ്ചകൾ അത് വിവരിക്കുക പ്രയാസമാണ് എങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി എന്താണ് ടോം അവിടെ നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ 75 ദിവസം നീണ്ട കാത്തിരിപ്പ്. ഈ കാത്തിരിപ്പിനൊടുവിൽ തങ്ങളുടെ പ്രിയപ്പെട്ട അർജുൻ അവന്റെ സ്വപ്ന ഭവനത്തിലേക്ക് എത്തിയ കാഴ്ച. ഇതിനു മുൻപ് അർജുൻ എത്തുമ്പോൾ അവന്റെ മകന് കളിപ്പാട്ടങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന അർജുനായിരുന്നുവെങ്കിൽ ഇന്ന് അർജുൻ വീട്ടിലേക്ക് വരുമ്പോൾ സാധാരണ സന്തോഷത്തോടെ എതിരേറ്റുന്ന വീട്ടുകാർ, ഉറ്റവര്, ബന്ധുക്കള്, നാട്ടുകാര് ഇന്ന് വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ്. എന്തോ നേരത്തെ സൂചിപ്പിച്ചു, ഒരുപക്ഷെ കരഞ്ഞ് കണ്ണീര് പറ്റിയ കണ്ണാടിക്കലിലെ നാട്ടുകാരെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച് ഒരു വസ്തുതയാണല്ലോ. കാരണം ഒരുപക്ഷെ അർജുന്റെ ഭൗതികദേഹം, ശരീരാവശിഷ്ടങ്ങള് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു വികാരനിർഭരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഇവിടെ ആളുകളുടെ, ഇവിടെ ഇനിക്കൂടിയ നാട്ടുകാരുടെ, ജനങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയൊരു വിങ്ങലാണ്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും, ഓരോ മലയാളികളുടെയും കുടുംബാംഗമായി മാറിയ അർജുനും അർജുന്റെ
ഉറ്റവരും. അവരുടെ ഒരു വേദന, വീട്ടിലേക്ക് അർജുൻ എത്തുമ്പോൾ എന്തായിരിക്കും ആ മാനസികാവസ്ഥ എന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. അത് നമ്മുടെയൊക്കെ വലിയൊരു ആശങ്ക അതായിരുന്നു. അവന്റെ മകൻ അത് താങ്ങാൻ പറ്റുമോ, ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുമോ? ഒരുപക്ഷെ അതൊക്കെ കുടുംബം ഉൾക്കൊണ്ട്, അത് യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടിരുന്നു. അർജുൻ ഇല്ല എന്നത് അവസാന സമയത്ത്, അതായത് നമുക്കറിയാം ഒരാഴ്ച അർജുന് ജീവനോടെ കിട്ടുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് ആ പ്രതീക്ഷ നശിച്ച് ശിരൂരിന്റെ ഗംഗാവലി പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ ദൗത്യ സംഘം അതിനുശേഷം ഒരാഴ്ച മുൻപ് ഗോവയിൽ നിന്നും ഡ്രഡ്ജർ എത്തിയപ്പോൾ ഒരു പ്രതീക്ഷ കൈവരുമ്പോഴും എല്ലാവരുടെയും മനസ്സിലൊരൊറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു. സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദിവസങ്ങളാണ് നമ്മൾ അർജുന് വേണ്ടി കാത്തുനിന്നത്. ഒരുപാട് നാളുകൾ എണ്ണം പറഞ്ഞ് നമ്മൾ കാത്തുനിന്ന ഒരുപാട് ദിവസങ്ങളുണ്ട്. 75-ാം നാളിൽ അർജുനെ നമ്മൾക്ക് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ആശ്വാസമുണ്ട്. പക്ഷേ അതിനും എത്രയോ അപ്പുറമാണ് നമ്മൾ മലയാളികൾ അർജുനായി കാത്തിരുന്ന തിങ്ങിപ്പൊട്ടി നിന്ന നിമിഷങ്ങൾ. എത്രമാത്രം ശ്വാസം മുട്ടി നമ്മൾ നിന്നു. ആ ഗംഗാവലി പുഴയുടെ അടിയിൽ അർജുൻ ശ്വാസം മുട്ടി കിടന്നപ്പോൾ മലയാളവും ശ്വാസം മുട്ടുകയായിരുന്നു. സ്നേഹം കൊണ്ടാണ്. അത്രമാത്രം സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ അർജുനെ ഏറ്റുവാങ്ങുന്നത്. അത്രമാത്രം കരുതലോടുകൂടിയാണ് നമ്മൾ അർജുന് വേണ്ടി ആ കണ്ണാടിക്കൽ ആ വീട്ടുമുറ്റത്ത് ചേർന്ന് നിൽക്കുന്നത്. അതിൽ രാഷ്ട്രീയ വ്യത്യാസമില്ല. യാതൊരു വ്യത്യാസങ്ങൾക്കും യാതൊരു അതിർത്തികൾക്കും ഇടമില്ലാത്ത വിധം തിങ്ങി എത്തിക്കൊണ്ടിരിക്കുകയാണ് മലയാളികളൊന്നായി ആ വീട്ടുമുറ്റത്തേക്ക്. ടോം പറഞ്ഞത് പോലെ തന്നെ ഓടിയെത്തിയിരുന്നതാണ് അർജുൻ പലവട്ടവും. ദീർഘമായിട്ടുള്ള ദിവസങ്ങൾ നീളുന്ന യാത്രയ്ക്കൊടുവിൽ അർജുൻ ആ വീട്ടിലേക്ക് എത്തുന്ന കാഴ്ച ആ വീട്ടുകാർക്ക് എത്രയും സന്തോഷമായിരുന്നു. എത്ര മനോഹരമായിരുന്നു ആ നിമിഷങ്ങൾ. ആ നാട്ടുകാർ പറയുന്നത് കേൾക്കണം. അർജുൻ ആ നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന, എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്നിരുന്ന ഒരു യുവാവ്. ആ കുടുംബത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചിരുന്ന, വളരെ ചെറുപ്പത്തിൽ ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ആളാണ്. ഇനി ആ കുടുംബത്തിന് അങ്ങനെ ഒരു അത്താണിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. പക്ഷെ അപ്പോഴും നമ്മളെല്ലാവരും ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയാം. ടോം, അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയല്ലേ അവിടെ നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത്? തീർച്ചയായും. കാരണം ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ മാധ്യമ പ്രവർത്തകര്, രാഷ്ട്രീയ പ്രതിനിധികൾ, നാട്ടുകാരൊക്കെ അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ അവർക്കൊക്കെ അർജുന്റെ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയുമെന്നൊരു ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇതുപോലൊരു കാലഘട്ടത്തെ അതിജീവിക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നഷ്ടപ്പെടല്, അതിൻ്റെയൊക്കെ വേദന ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്.